എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കുന്നത് കുഴയ്ക്കാതെ, പരത്താതെ, മുറിക്കാതെ, കടയിൽ പോയി മേടിക്കാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഒരു സമൂസയാണ് ഉണ്ടാക്കണത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടാകും. 2 ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞേക്കണത് ഇട്ട് കൊടുക്കണം. പാത്രത്തിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അംശം വരേണ്ടത് ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ കടുക് ഞാനിവിടെ എടുത്തു വെച്ചായിരുന്നാണ് മറന്നു. ഞാൻ കടുക് സൈഡിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിങ്ങനെ മുരിയേണ്ട ആവശ്യമില്ല. 2 പച്ചമുളകും കുറച്ച് വേപ്പില അരിഞ്ഞേക്കുന്നതാണ് ഇട്ട്. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ചെറുതായിട്ടൊന്ന് വാടട്ടെ. സവോള ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് അത് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതിയിട്ടാണ്. സവോളയും ക്യാരറ്റൊക്കെ വാടി കണ്ടിട്ടാണ് അതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഇത്രയും ഒരു 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂണ് മസാല, ഒരു ചെറിയ ടീസ്പൂണ് മുളക് പൊടി. ഇത്രയും പൊടികൾ ഇട്ട് കൊടുക്കണം. തീ കുറച്ചിട്ടിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനകത്തേക്ക് ഇത് കുറച്ച് മല്ലിയില, അധികം ഇല്ല, മല്ലിയില കഴിഞ്ഞു. അതുകൊണ്ടാണ്. അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആയിട്ടുള്ളത് നല്ലതാണ്. ഉരുളക്കിഴങ്ങ്, ഒരു വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ തൊണ്ട് കളഞ്ഞ് വേവിച്ച് ഒന്ന് ഫോർക്ക് കൊണ്ട് ഉടച്ചെടുത്തേക്കണതാണ് കേട്ടോ. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഉടയാതെ ഉണ്ടെങ്കിൽ ഇതുപോലെ കയ്യിൽ കൊണ്ടുവന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഉടഞ്ഞോളൂ. ഇപ്പോൾ ഉടഞ്ഞിട്ടുണ്ട്. ചെറിയ പീസുകളുള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഉടഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും ഗ്രീൻ പീസ്, വേവിക്കാത്ത ഗ്രീൻ പീസാണ്. അത് ഞാൻ ഒന്ന് പകുതി വേവിലെടുത്തിട്ടുള്ളൂ കേട്ടോ. അധികം വേവിച്ച് കുഴച്ചിട്ടില്ല. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ നമുക്ക് കടയിൽ പോയി വാങ്ങിക്കുന്നതിലൊക്കെ എത്രയോ നല്ലതാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇത് ഇത്രയും മതി. ഞാനത് ഓഫ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്ത് വെച്ചത് ഇട്ടില്ലായിരുന്നു കേട്ടോ. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് മരിഞ്ഞോട്ടെ. നേരെ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് ഓർക്കണം. പേസ്റ്റാണ്, അതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും.
ഞാൻ സമോസയുടെ ഷീറ്റ് പപ്പടം വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. ഇത്രയും വലിപ്പമുള്ള പപ്പടമാണ്, അധികം വലിപ്പമില്ല. അത് തന്നെ ഓരോ പപ്പടം വെച്ചെടുക്കുന്നുണ്ട്. അത് ഞാൻ ഇതുപോലെ മടക്കിയിട്ടാണ് എടുക്കണത്. ഉണ്ടോ? ഇതുപോലെ മടക്കിയിട്ട് മൈദ മാവ് കൊണ്ട് ഒട്ടിക്കാൻ വേണം. ഇതുപോലെ മടക്കണം. മൈദമാവ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക, തേച്ച് കൊടുക്കുക. ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഷീറ്റ് ആക്കിയേക്കണം. അടിയിൽ നിന്ന് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് പപ്പടത്തിൻ്റെ. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് മടക്കിയിട്ട് മൈദമാവ് വെച്ച് മടക്കാം. ഇത് ഞാൻ ഷീറ്റെല്ലാം ഇതുപോലെ മടക്കിയെടുക്കട്ടെ, മാവ് തേച്ചെടുക്കട്ടെ. ഇതുപോലെയാണ് കേട്ടോ പപ്പടം കൊണ്ട് ഷീറ്റ് ഉണ്ടാക്കണത്. അതേ ഫില്ലിങ്സ് വെച്ച് കൊടുത്തേക്കണ എങ്ങനെയാണ്. ഇതൊന്ന് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് മൈദാമാവ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അവിടെ പൊട്ടിപ്പോവാതെ, വെളിച്ചെണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവാതെ നല്ലോണം പ്രസ് ചെയ്ത് ഒട്ടിച്ചോളൂ. ഇതുപോലെയാണ് കേട്ടോ പപ്പടത്തിൻ്റെ സമോസ ഞാൻ വെച്ചേക്കണത്. ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചാണത്. ഇത് ഞാൻ ഒരു കടായി വെച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കണേ. ഓയിൽ ചൂടായി കിടക്കുന്നുണ്ട്. ഇതിന് ഓരോന്ന് ഇട്ട് കൊടുക്കാം. പപ്പടം ആയതുകൊണ്ട് പെട്ടെന്ന് പുളച്ച് വരും. എല്ലാവരും ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ, പ്രത്യേകിച്ച് പുറത്തുനിന്ന് പൊടി പരത്താനും കുഴയ്ക്കാനും മുറിക്കാനും പുറത്ത് പോയി മേടിക്കാനും നിൽക്കണ്ട. ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. അധികം വേവില്ല, പപ്പടം ആയതുകൊണ്ട് പെട്ടെന്ന് ഇതാവും. ഇതിപ്പോൾ ആവാറായിട്ടുണ്ട്. ഉള്ളിലെയൊക്കെ ഫില്ലിങ്സൊക്കെ നല്ലോണം വെന്തതാണല്ലോ. ഇത് ഞാൻ കോരിയെടുക്കുകയാണ്. രണ്ടാമത് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് കേട്ടോ പപ്പടത്തിൻ്റെ സമോസ ഉണ്ടാക്കിയാണ്. അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പപ്പടം കൊണ്ടുള്ള സമോസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സും കൂടി കാണിക്കണം കേട്ടോ. എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണേ. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ഞാൻ ഷോർട്സുകളൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതും കാണാൻ ശ്രമിക്കണേ. നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.